എനിക്ക് ഇംഗ്ലീഷ് കേട്ടാൽ മനസ്സിലാകും, പക്ഷെ സംസാരിക്കാൻ കഴിയുന്നില്ല. ഹേ എവ്രിവൺ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് സ്പീക്ക് ഇംഗ്ലീഷ് വിത്ത് ആലി. ഞാൻ ആദ്യം പറഞ്ഞ പ്രശ്നം നേരിടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പേടിക്കണ്ട, നിങ്ങൾ ഒറ്റക്കൊന്നുമല്ല. ഈ വീഡിയോയിലൂടെ എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടും സംസാരിക്കാൻ ബുദ്ധിമുട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. മാത്രമല്ല, ഈ പ്രശ്നം ഏതൊരു സാധാരണ ആൾക്കും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി എങ്ങനെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നതെന്നും ഞാൻ പറഞ്ഞുതരാം. വീഡിയോയിൽ ടൈം സ്റ്റാമ്പ്സ് അവൈലബിൾ ആണ്, വേണ്ടവർക്ക് ചെക്കൗട്ട് ചെയ്യാം. വൈ യു അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ് ബട്ട് കാൺട്ട് സ്പീക്ക്. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ഭാഷ മനസ്സിലാക്കുന്നതും അത് സംസാരിക്കുന്നതും രണ്ട് വ്യത്യസ്ത സ്കില്ലാണ്. നിങ്ങൾ ഇംഗ്ലീഷിൽ സിനിമ കാണുന്നുണ്ടാവാം, പാട്ട് കേൾക്കുന്നുണ്ടാവാം, പുസ്തകങ്ങളും ലേഖനങ്ങളും എന്തിന് സോഷ്യൽ മീഡിയയിൽ വരുന്ന ക്യാപ്ഷൻസും ഒക്കെ വായിച്ച് മനസ്സിലാക്കുന്നുണ്ടാക്കാം. സോ നിങ്ങളുടെ പാസീവ് ഇംഗ്ലീഷ് സ്ട്രോങ് ആണ്. എന്നാൽ ഇതേ ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് പ്രോസസ്സാണ്. എന്താണ് നമുക്ക് പറയേണ്ടതെന്ന് ചിന്തിക്കണം, അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം, വാക്കുകളുടെ ഉച്ചാരണം അറിഞ്ഞിരിക്കണം. ഏറ്റവും അവസാനം നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യം കൃത്യമായി വാക്കുകളിലൂടെ കൺവേ ചെയ്യാൻ കഴിയണം. ഇതെല്ലാം ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിനുള്ളിൽ നടക്കണം. അവിടെയാണ് നമുക്ക് പ്രഷർ വരുന്നത്. മാത്രമല്ല, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പലരുടെയും ജീവിതത്തിൽ ഭയം ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ടാകാം. ഇംഗ്ലീഷ് പറഞ്ഞാൽ തെറ്റിപ്പോകുമോ, തെറ്റിയാൽ ആരെങ്കിലും എന്നെ കളിയാക്കുമോ, സംസാരിക്കുമ്പോൾ ശരിയായ വാക്കുകളൊക്കെ തന്നെ എൻ്റെ മനസ്സിൽ വരുമോ തുടങ്ങി ഒട്ടനവധി ഭയം ഉള്ളിലുണ്ടാകും, അല്ലേ? നമുക്ക് ഈ പറഞ്ഞ ഭയത്തിൻ്റെ ചക്രവ്യൂഹത്തിൽ നിന്നൊക്കെ ഒന്ന് പുറത്തു വരണ്ടേ? അതിന് റിയലിസ്റ്റിക് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കുറച്ച് ടിപ്സാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ടിപ്പ് 1, സ്റ്റാർട്ട് സ്മോൾ. ഞാൻ എല്ലാം പഠിച്ച് ശരിയാക്കിയിട്ടേ സംസാരിക്കാൻ തുടങ്ങുമെന്ന് വിചാരിക്കരുത്. നിങ്ങൾക്കിപ്പോൾ എത്രയും ഇംഗ്ലീഷ് അറിയുമോ ആ ഇംഗ്ലീഷ് വെച്ച് സംസാരിച്ച് തുടങ്ങിയാൽ മതി. ഇനി എത്ര സംസാരിക്കണമെന്നാണെങ്കിൽ എല്ലാ ദിവസവും 1 മിനിറ്റ് സംസാരിച്ചാൽ മതി. 1 മിനിറ്റൊക്കെ സംസാരിച്ച ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആകുമോ എന്നല്ലേ നിങ്ങളിപ്പം ചിന്തിക്കുന്നത്? നമ്മൾ 1 മണിക്കൂർ സംസാരിക്കാൻ തുടങ്ങുമ്പം ആദ്യത്തെ 2-3 ദിവസമൊക്കെ നമ്മളിത് ചെയ്യും. അത് കഴിയുമ്പോൾ സമയമില്ലെന്നും പറഞ്ഞ് അങ്ങ് വിട്ട് കളയും. നിങ്ങൾ രാവിലെ കണ്ണാടിയിൽ നോക്കി ഒരുങ്ങില്ലേ, മുടിയൊക്കെ കെട്ടുമ്പം അപ്പോൾ ഒന്ന് വെറുതെ ഇംഗ്ലീഷ് സംസാരിച്ച് നോക്കണം. ഇന്ന് എനിക്ക് നേരത്തെ ഓഫീസിലോ ക്ലാസ്സിലോ ഒക്കെ പോകണം, ഇന്ന് മഴയുള്ള ദിവസമാണ്, ഇന്ന് രാവിലെ കഴിക്കാൻ ഇഡ്ഡലിയാണ് തുടങ്ങി നമ്മൾ ഡെയിലി വിചാരിക്കാറുള്ള സിമ്പിൾ വാക്കുകളൊക്കെ ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞു നോക്കണം. ഇതൊക്കെ കണ്ണാടിയിൽ നോക്കി നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പറയാം. അല്ലെങ്കിൽ ഫോൺ എടുത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്ന് റെക്കോർഡ് ചെയ്ത് നോക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ സംസാരിച്ച ഓഡിയോസൊക്കെ ഒന്നുകൂടി പ്ലേ ചെയ്യുമ്പോൾ നമ്മളിടയ്ക്ക് വിൽക്കുന്നുണ്ടോ, വാക്കുകൾ കിട്ടാതെ ബുദ്ധിമുട്ടുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് തന്നെ മനസ്സിലാകും. ടിപ്പ് 2, ഷാഡോയിങ്. ഷാഡോയിങ് എന്നാൽ കോപ്പി ആൻഡ് സ്പീക്ക്. ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്രാക്ടീസ് ഷാഡോയിങ് എന്ന് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് വീഡിയോസ് വരും. അതിലേതെങ്കിലും ഒന്ന് പ്ലേ ചെയ്യുക, എന്നിട്ട് അവരോടൊപ്പം നമ്മളും കോപ്പി ചെയ്ത് പറയാൻ ശ്രമിക്കുക. ആദ്യം തന്നെ വലിയൊരു വീഡിയോ ഒന്നും എടുക്കണ്ട, 1 മിനിറ്റോ 2 മിനിറ്റോ ഒക്കെ വരുന്ന ചെറിയ ചെറിയ വീഡിയോസ് സെലക്ട് ചെയ്താൽ മതി. ഇങ്ങനെ സംസാരിക്കാൻ 100% നിങ്ങൾ ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ നാക്കിനും ബ്രെയിനിനും ഒക്കെ ഇംഗ്ലീഷ് വഴങ്ങാനാണ് ഇതിലൂടെ നമ്മൾ ലക്ഷ്യമാക്കുന്നത്. ഷാഡോയിങ്ങിലൂടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കോൺഫിഡൻസും ഇംഗ്ലീഷ് ഫ്ലുവൻസിയും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. നൗ ടിപ്പ് 3, തിങ്കിങ് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ ചിന്തിക്കുക എന്ന് പറയുമ്പം ചിലരെങ്കിലും അതിപ്പോൾ എങ്ങനെയാണെന്ന് സംശയിക്കുന്നുണ്ടാവും. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ചിന്തകൾ നമ്മുടെ മനസ്സിൽ മലയാളത്തിലായിരിക്കും, അല്ലേ? ഇത് നമ്മൾ ഇംഗ്ലീഷിലേക്ക് ആക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പച്ചക്കറികൾ നുറുക്കിക്കൊണ്ടിരിക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ മനസ്സിൽ ഐ ആം കട്ടിങ് വെജിറ്റബിൾസ് എന്ന് ചിന്തിക്കണം. ഇങ്ങനെ നമ്മൾ ഡെയിലി ചിന്തിക്കുന്ന സിമ്പിൾ കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിൽ ചിന്തിച്ച് നോക്കണം. ഇവിടെ നിങ്ങൾ കൊണ്ട് സംസാരിക്കേണ്ട, മറിച്ച് ചിന്തിച്ചാൽ മതി. ആദ്യം കുറച്ച് ക്രേസി ആയിട്ടൊക്കെ തോന്നുമെങ്കിലും ഇത് ഇംഗ്ലീഷ് വേഗം സംസാരിക്കാൻ നിങ്ങളെ സഹായിക്കും. ടിപ്പ് 4, സ്പീക്ക് വിത്ത് സമ്മൺ ബട്ട് കീപ്പ് ഇറ്റ് സേഫ്. അതെന്താ അങ്ങനെയെന്നാണോ നിങ്ങളിപ്പം ചിന്തിക്കുന്നത്? ആദ്യം തന്നെ നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പം ഒരാളിരുന്ന് നിങ്ങളുടെ മിസ്റ്റേക്സ് ഒക്കെ ചൂണ്ടിക്കാണിക്കുവാണ്. ഗ്രാമർ തെറ്റാണ്, ഉച്ചാരണം ശരിയല്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് പതുക്കെ കുറയും. പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ഒരു അവസരം കിട്ടുമ്പോൾ ഒന്ന് പിന്നോട്ട് വലിയും. സോ നിങ്ങളെ തിരുത്താനല്ല, മറിച്ച് നിങ്ങളോടൊപ്പം സംസാരിക്കാൻ ഒരാളെ നോക്കിയാൽ മതി. ഫ്രണ്ടോ ബ്രദറോ സിസ്റ്ററോ അങ്ങനെ ആരുമായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കാം. ഇനി നേരിട്ട് തന്നെ വേണമെന്നില്ല, ഒരു വാട്സപ്പ് വോയിസ് നോട്ടിലൂടെ ആണെങ്കിലും സംസാരിക്കാം. ഇനി സംസാരിക്കാൻ ആരും ഇല്ലെങ്കിലും പ്രശ്നമില്ല, ഇന്ന് ഒരുപാട് AI ടൂൾസ് നമുക്ക് അവൈലബിൾ ആണ്. ആ ChatGPT ഒന്ന് ഓപ്പൺ ചെയ്യുക, ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുക.
സോ ഇംഗ്ലീഷ് മനസ്സിലായിട്ടും സംസാരിക്കാൻ സ്ട്രഗിൾ ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് മസിൽസിനെ ട്രെയിൻ ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഞാൻ വീഡിയോയിൽ പറഞ്ഞ ചെറിയ ചെറിയ ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പ്രോഗ്രസ് കാണാൻ സാധിക്കും. ആൻഡ് ഒരു കാര്യം മനസ്സിൽ സൂക്ഷിക്കുക, ഗ്രാമർ മിസ്റ്റേക്സിനെ ഓർത്ത് നിങ്ങൾ ടെൻസ്ഡ് ആകുകയേ വേണ്ട. നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ വാക്കുകളിലൂടെ എക്സ്പ്രസ് ചെയ്യുക. ഗ്രാമറൊക്കെ വഴിയേ ശരിയായിക്കോളും. ഇത്രയും നേരം എന്നെ കേട്ടുകൊണ്ടിരുന്നതിന് ഒരു വലിയ താങ്ക് യു. ഈ വീഡിയോ നിങ്ങളെ സഹായിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ ആരെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇംഗ്ലീഷ് ലേണിംഗ് ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു ചാനലാണിത്. ഡെയിലി യൂസ്ഫുൾ ഇംഗ്ലീഷ് ലെസൺസും ബിഗിനേഴ്സിനായിട്ട് ഫ്രീ ഇംഗ്ലീഷ് കോഴ്സസും ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ സബ്സ്ക്രൈബ് ഫോർ അവർ അപ്കമിങ് വീഡിയോസ്. ബൈ.